അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കുറച്ച് വേസ്റ്റ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പോകുന്ന ഒരു അടിപൊളി ബോട്ടിലായിട്ടാണ് നമ്മളിന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കീപ് വാച്ചിങ്. ഹലോ, ഇറ്റ്സ് മീ ലുബ്ന. അപ്പോൾ നമ്മളിന്ന് ഇതുപോലെ പഴയ ഡ്രസ്സിൻ്റെ ഒക്കെ ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള സിബും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു സിബിൻ്റെ ആ ഒരു ഇങ്ങനെ ഇതാക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷൻ മാത്രം നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം എന്നിട്ട് നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മുടെ ബോട്ടിലൊന്ന് ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഒട്ടിച്ചു കൊടുക്കുക. ഞാനൊരു ഡിസൈനിലാണ് ഇതിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇതിൽ സ്റ്റിക്കായി കിട്ടും. അപ്പോൾ നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള ഇതുപോലെ ഡ്രസ്സോ അല്ലെങ്കിൽ സിബൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കേട് വരുന്നതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ വേസ്റ്റായിട്ട് കളയുന്നതൊക്കെ ഒരുപാട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റീയൂസ് ഐഡിയ ആണ്. നമുക്കിതുപോലെ ബോട്ടിലും ഒക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയൊരു മെത്തേഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പം ഇത് ഫുൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സിബ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഒരു ഫ്ലവർ ഇതിൽ ചെയ്ത് കൊടുക്കുക. അത് നമുക്കിതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ഷേപ്പ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് അതും കൂടെ ഞാൻ ഈ ഒരു ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ബോട്ടിലിൽ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് ഫുള്ള് സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ഫുൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കൊരു രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം.
ലാസ്റ്റ് നമ്മൾ ഫുള്ള് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു സിബിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള പോർഷനൊക്കെ കുറച്ച് സ്പോഞ്ച് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റാത്ത പോർഷൻ ഉണ്ട്. അത് ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ ബോട്ടിൽ ഫുള്ള് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇനി കുറച്ച് നമ്മുടെ ഗോൾഡൻ കളർ അക്രിലിക് പെയിൻറ്റ് ഒന്ന് ജസ്റ്റ് ബ്രഷ് യൂസ് ചെയ്ത് ഈ സിബിൻ്റെ ഒക്കെ ആ ഒരു പോർഷനിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയൊരു ബോട്ടിലിനുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് എനിക്ക് കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള എൻ്റെ അടുത്ത് കുറച്ച് മല്ലി കൊറിയാൻഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വെച്ചിട്ട് ഇതിൽ കുറച്ചൊരു മേക്ക് ഓവർ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന അടുത്തൊരു പണിയാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ ഞാൻ പെയിൻറ്റിങ് ചെയ്ത ആ ഒരു പോർഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ബ്ലാക്ക് പെയിൻറ്റിങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിപ്പം നമ്മുടെ വൈറ്റ് ഗ്ലൂ ആണ് ആദ്യം ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഈ ഒരു മല്ലി ഇതിൽ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഡ്രൈ ആയി കഴിയുമ്പം നന്നായിട്ട് അതിൽ സ്റ്റിക്കായിട്ട് തന്നെ കിടന്നോളൂ കേട്ടോ. അപ്പോൾ ഈ വൈറ്റ് ഗ്ലൂ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അത് സ്റ്റിക്ക് ചെയ്യാൻ കുറച്ച് സമയം കൊടുക്കണം. ഒരു ദിവസമൊക്കെ കഴിഞ്ഞാലേ ഉള്ളൂ അത് കറക്റ്റ് അവിടെ സ്റ്റിക്കായിട്ട് കിടക്കുള്ളൂ. വൈറ്റ് ഗ്ലൂവിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷേ അത് സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ സ്റ്റിക്കായിട്ട് കിടക്കും വൈറ്റ് ഗ്ലൂ ആണെങ്കിലും. അപ്പോൾ അത് ഫുള്ള് ഡ്രൈ ആയി വന്നതിന് ശേഷം ഞാൻ ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തൊന്നത് സ്പ്രേ ചെയ്ത് കൊടുത്ത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബോട്ടിൽ മൊത്തമായിട്ട്. അതിനുശേഷം ഞാനിതാ ഒരു ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഈ നമ്മുടെ ഗോൾഡൻ അക്രിലിക് പെയിൻറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പോഞ്ച് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതാ നമുക്ക് കിടിലനായിട്ടുള്ള നല്ലൊരു അടിപൊളി ആൻറ്റിക് ലുക്ക് തരുന്ന ഒരു ബോട്ടിലായിട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് കാണുമ്പോൾ മല്ലിയാണെന്നോ അങ്ങനെയൊന്നും നമുക്ക് തോന്നില്ല. അപ്പോൾ നമുക്ക് വേസ്റ്റായിട്ട് ഉണ്ടാവുന്ന ഇതുപോലെ മല്ലി അങ്ങനെയൊക്കെ കേടായി പോയതൊക്കെ ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ. അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു ബോട്ടിൽ ആർട്ടാണ്. നമുക്ക് ഹോം ഡെക്കറായിട്ട് വെക്കാം. അപ്പം നമ്മൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റീയൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇതുപോലെ ഫുഡ് അരി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഒന്ന് വാർണിഷ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിലും വാർണിഷ് ചെയ്ത് കൊടുത്താൽ പൊടി വന്നു കഴിഞ്ഞാലൊക്കെ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് തുടച്ച് മാറ്റാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ അതെന്തായാലും നമ്മൾ ഇതുപോലുള്ള ബോട്ടിൽ ആട്ടോ അതല്ലെങ്കിൽ ഇതുപോലുള്ള ഐറ്റംസൊക്കെ ക്രാഫ്റ്റ് ഐഡിയാസൊക്കെ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് നല്ലൊരു ലുക്കും കിട്ടും. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.